അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫ്രിക്ഷൻ? അത് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പേ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദെയർ വാസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇവിടുത്തെ ചോദ്യം. എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വണ്ടി ഓടിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു സ്ഥലത്ത് ഫ്രിക്ഷൻ ഉള്ളത് എന്തുകൊണ്ടാണ്? ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു ബുക്ക് എടുത്തു, മൊബൈലും പിടിച്ചു. മൊബൈൽ എടുത്ത് ഇവിടെ വെച്ചു. ഇതിങ്ങനെ നിരങ്ങി പോകുന്നുണ്ടല്ലേ. പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പം ഇതിൻ്റെ നിരക്കം ഉണ്ട്, പക്ഷേ ഭയങ്കര സ്മൂത്തല്ല. അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതിന് കാരണം എന്താ? ഈ രണ്ട് സർഫസും സ്മൂത്ത് അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു സംഭവം ഉണ്ടാവും. എന്താണ് ഉണ്ടാവുന്നതെന്ന് ഞാനിപ്പോൾ വരച്ച് കാണിച്ചു തരാം. ഞാനതിന് ഒരു പുതിയ പേജ് എടുത്തിട്ട് വരച്ച് കാണിച്ചു തരാം എന്താണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നതിൻ്റെ കാരണമെന്ന്. രണ്ട് സർഫസ് ഒരു സ്ഥലത്ത് ആണ്ട്, ഇത് നമ്മളൊരു ബോക്സ്, ഒരു ടേബിളിൻ്റെ മണ്ടയിൽ ഒരു ബോക്സ് ഇട്ടേക്കുക. ഇത് ടേബിളും ബോക്സും ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കല്ലാണെങ്കിൽ അതിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിരിക്കത്തില്ല. അതിൻ്റെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ കുന്നും കുഴികളും കാണും. സ്മൂത്ത് സർഫേസ് അല്ല. അപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ ടേബിളിൻ്റെ സർഫസ് എടുത്ത് നോക്കുമ്പോൾ അത് കണ്ട ഈ കുഴികളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കയറി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. രണ്ട് സ്ഥലത്തും റഫ് സർഫസ് ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കത്തില്ലേ? ഇപ്പം നോക്കിയേ, ഇങ്ങനത്തെ രണ്ട് സർഫസ് തമ്മിൽ നിങ്ങൾ രണ്ട് മൂവ് ചെയ്യാൻ നോക്കിയേ, നിങ്ങൾക്ക് ഒരു പാടുപെടത്തില്ലേ? അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു തടസ്സം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇൻ്റർലോക്കിങ്സ് ഇങ്ങനെ വേണമെങ്കിലും പറയാൻ കുറേ പേര് പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും പഠിക്കാൻ പോകണ്ട. നമുക്ക് എന്താണ് ഫ്രിക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇത് കാരണമാണ് നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഈ രണ്ട് സർഫസും സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിലോ, അവിടെ സ്മൂത്ത് ആയിരുന്നെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ അങ്ങനെയല്ലോ റിയൽ വേൾഡിൽ നമ്മുടെ മെജോറിറ്റി സർഫസിലും ഫ്രിക്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞതാണ്. അതിൽ നിങ്ങൾ ഒരുപാട് ചിന്തിക്കണം. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഫ്രിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടെ ഒരു മിത്ത് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഫ്രിക്ഷൻ മുമ്പ് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും കേട്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഫ്രിക്ഷൻ ഓൾവേസ് ഒപ്പോസസ് മോഷൻ എന്ന്. ഫ്രിക്ഷൻ ഓൾവേസ് ഒപ്പോസസ് മോഷൻ ആണോ അല്ലേ? യെസ് ഓർ നോ? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു മോഷനെ എപ്പോഴും ഒപ്പോസ് ചെയ്യുമോ? ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളാൻ നോക്കുമ്പം ഞാൻ ഈ തള്ളുന്ന മോഷനെ ഒപ്പോസ് ചെയ്യുന്നു. അതല്ലേ ഫ്രിക്ഷൻ? അതായിരിക്കണമല്ലോ ഫ്രിക്ഷൻ. അതെപ്പോഴും അങ്ങനെയാണോ? ഓൾവേസ്. ഫ്രിക്ഷൻ ഓൾവേസ് ഒപ്പോസിറ്റ് മോഷൻ ആണോ? നോ, അല്ല. ഫ്രിക്ഷൻ സംടൈംസ് ഒപ്പോസസ് മോഷൻ ആൻഡ് സംടൈംസ് ഇറ്റ് സപ്പോർട്ട്സ് ദ മോഷൻ. അതിനൊരു എക്സാമ്പിൾ നമുക്ക് സപ്പോർട്ട്സ് ദ മോഷൻ നമുക്ക് നോക്കാം. ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ച് തള്ളുമ്പോൾ ഒരു കുറച്ച് ഫോഴ്സ് കൊടുക്കണം തള്ളാൻ. കാരണം എന്താ? അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബലം കൊടുത്താലേ അങ്ങോട്ട് പോകും. അതൊരു ഒപ്പോസിങ് ആണ്. പക്ഷേ നമ്മൾ സപ്പോർട്ടിങ് എപ്പോൾ ഏതാണ്? ഫ്രിക്ഷൻ കാരണം ഒരു മോഷൻ ഉണ്ടാവുന്ന എവിടെയാണ്? അതാണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഒരാൾ നടക്കുക. നോക്കൂ, ഒരാൾ നടക്കുന്നത്. ഇങ്ങനെ ഒരാൾ നടക്കുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്ക്. ഒരാൾ നടക്കുവാണ്. ഫ്രിക്ഷൻ ഡയറക്ഷൻ ഏതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ജസ്റ്റ് ചിന്തിച്ച് നോക്ക്. നിങ്ങളിവിടെ ഒരാൾ നടക്കുക, അവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ആർക്കും നടക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താ? നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് വരഞ്ഞുകൊണ്ടിരിക്കും, തെന്നിപ്പോവും. നിങ്ങൾ വീഡിയോസ് ഉണ്ടല്ലേ, മറ്റേ ഐസിൻ്റെ മണ്ടയിൽ ഓടാൻ നോക്കുമ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ആവുന്നത്. കാരണം എന്താ? അവിടെ ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് തെന്നുന്നത്, നടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് നടക്കുവാണെങ്കിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? അങ്ങയുടെ മോഷൻ അങ്ങോട്ടാണ്. ഫ്രിക്ഷൻ എങ്ങോട്ടാ?
ഫ്രിക്ഷനും ഇങ്ങോട്ടാണ്. ഫ്രിക്ഷണൽ ഫോഴ്സും അങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ സഹായത്തിലാണ് നമ്മൾ നടക്കുന്നത്. അല്ലാതെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പുറത്തായിരുന്നെങ്കിൽ നമ്മളെന്തിനാ മോഷൻ ഫ്രണ്ടിലോട്ട് പോകണേ? ബാക്കിലോട്ട് ഫോഴ്സ് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. സോ നമ്മൾ ചവിട്ടുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണം. സോ സംടൈംസ് ഫ്രിക്ഷണൽ ഫോഴ്സസ് സപ്പോർട്ട്സ് ദ മോഷൻ. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ എപ്പോഴും വിചാരിക്കല് ഫ്രിക്ഷൻ കാരണമാണ് ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഈ മെയിനായിട്ട് ലോസ് ഓഫ് മോഷൻ്റെ അകത്ത് ഈ ഫ്രിക്ഷൻ്റെ അകത്തൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ്. ഈ ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവത്തില്ല. കൺഫ്യൂഷൻ ആക്കേണ്ട ഒരു കാര്യമില്ല, സിമ്പിളാണ്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ഓൺ ദ ബ്ലോക്ക് ഫോർ ദി ഗിവൺ ഫിഗർ. ഈ ഫിഗർ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ ഫിഗറിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഈ ഒരു കല്ലാ ബോക്സാ എന്തോ താഴോട്ട് 3 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. അത് 3 മീറ്റർ പോണതിൻ്റെ കാര്യം, മേളിലൊരു ഫോഴ്സ് ഉണ്ട്, താഴോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, mg ഉണ്ട്, ഇവിടെ mg സൈൻ തീറ്റ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഫോഴ്സ് ഉണ്ടോ? ഈ mg സൈൻ തീറ്റയും എഫും തമ്മിൽ ബാലൻസ് ആയി പോയി ആ രണ്ട് ഫോഴ്സും. പക്ഷേ ഇനിഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡാണ് ആ സാധനത്തിൻ്റെ. അപ്പോൾ ഈ രണ്ട് സർഫസും ഞാൻ ഈ പച്ച കളറിൽ ഇപ്പോൾ വരച്ചുതരാം. ഈ സർഫസ് ഫ്രിക്ഷൻ. അപ്പോൾ ആ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ഫ്രിക്ഷൻ ആ 3 മീറ്റർ പെർ സെക്കൻഡുള്ള വെലോസിറ്റിൻ്റെ അതേ ഡയറക്ഷനിലോട്ട് തള്ളോ അതോ തിരിച്ചു വലിക്കുക? ആ വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ഉണ്ടാക്കും. സത്യത്തിൽ അവിടെ തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാക്കും. ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. 3 മീറ്ററിൽ വിടുന്ന സാധനത്തിൻ്റെ വെലോസിറ്റി പയ്യെ കുറഞ്ഞു പോകും. കാരണം എന്താ? ബേക്കിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഡയറക്ഷൻ മോഷൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് കൺഫ്യൂഷനായി കാണും. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന്? എങ്ങനെ മനസ്സിലാക്കും? ഒരാൾക്ക് എങ്ങനെ മനസ്സിലാകാൻ പറ്റും? അതിനൊരു സിമ്പിൾ ഡെഫിനിഷൻ, ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഫ്രിക്ഷൻ ഒപ്പോസസ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ് ഓർ ഇറ്റ്സ് ടെൻഡൻസി ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഇൻ കോണ്ടാക്ട്. അതായത് രണ്ട് ഒബ്ജക്റ്റ് ഇൻ കോണ്ടാക്റ്റിൻ്റെ സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസീനെ എതിർക്കലാണ് ഫ്രിക്ഷൻ്റെ പണി. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ സ്ലിപ്പ് ചെയ്യാൻ സമ്മതിക്കുകയല്ല ഫ്രിക്ഷൻ. ചിന്തിച്ച് നോക്കൂടെ? നിങ്ങൾ നടക്കാൻ നോക്കുക. ഈ ഒരു എക്സാമ്പിൾ ഇത് വേണ്ട. നമുക്ക് നേരത്തെ കണ്ട ആൾ നടക്കുന്ന എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. അതൊരു എക്സാമ്പിൾ അല്ലേ? ഇവിടെ എന്തിനാ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ വന്നേ? ഫ്രിക്ഷണൽ ഫോഴ്സിന് തിരിച്ച് നടത്തുകൊടുക്കാമായിരുന്ന. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ ഇങ്ങോട്ട് വന്നേ? കാരണം എന്താ? നമ്മുടെ ഈ കാലിൻ്റെ ഈ ഭാഗത്ത് നമ്മളിവിടെ തെന്നിപ്പോകാൻ പോവുമായിരുന്നു അല്ലേ? നിങ്ങൾ ഐസിൽ ഇങ്ങനെ നടക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് ഓടാകുമ്പോഴത്തേക്ക് തെന്നുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു സ്ലിപ്പിംഗ് ഉണ്ടാവുന്നില്ലേ? നമ്മുടെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ നോക്ക്. ഒപ്പോസസ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ്. അങ്ങനെ സ്ലിപ്പ് ചെയ്യാൻ ഫ്രിക്ഷൻ സമ്മതിക്കത്തില്ല. ഫ്രിക്ഷൻ ഇങ്ങനെ സ്ലിപ്പ് ചെയ്യാൻ പോകുമ്പം തിരിച്ച് അവിടെ അങ്ങനെ പിടിച്ചു നിർത്തും. നീ സ്ലിപ്പ് ചെയ്യണ്ടെന്നും പറഞ്ഞ് നിൽക്കി തള്ളും. അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാക്കും. ദെയർഫോർ ഫ്രിക്ഷൻ ഒപ്പോസസ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ്. ഒന്നുകൂടെ പറഞ്ഞേ. ഫ്രിക്ഷൻ ഒപ്പോസസ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ്. ഫ്രിക്ഷൻ ഒപ്പോസസ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു റിലേറ്റീവായിട്ടുള്ളൊരു മോഷൻ, റിലേറ്റീവ് സ്ലിപ്പിങ്ങിനെയാണ് എതിർക്കുന്നത് ഫോഴ്സ്. അവിടെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഓർ ഇറ്റ്സ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ നടക്കണമെന്നില്ല, മോഷൻ ഉണ്ടാകുന്നൊരു ടെൻഡൻസി ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇങ്ങനെ തെന്നാൻ തുടങ്ങില്ല. തെന്നാൻ വേണ്ടി ശ്രമിച്ചാലും ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മൊബൈൽ തന്നെ എക്സാമ്പിൾ. മൊബൈൽ വേണ്ട, കുറച്ചും കൂടെ ഒരു ഇതെടുക്കാം, വെയിറ്റ് ഉള്ളത്. ഇതിങ്ങനെ വെച്ചേക്കുക. കാണാമല്ലോ. ഞാൻ ഇതിനെങ്ങനെ തള്ളാൻ നോക്കുക. ഞാനിപ്പോൾ തള്ളുന്നുണ്ട്. നീങ്ങുന്നുണ്ടോ? ഇവിടെ നീങ്ങുന്നില്ല. കാരണം എന്താ? ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ? ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ അങ്ങോട്ട് തള്ളുമ്പോൾ അങ്ങോട്ട് പോവാത്തതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ രണ്ടും സ്ലൈഡ് ആവുന്നുണ്ടോ? സ്ലൈഡ് ആവുന്നില്ല. സ്ലൈഡ് ആവാത്തതിൻ്റെ കാരണം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ്. അതാണ് പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസസ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ് ഓർ ടെൻഡൻസി ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഇൻ കോണ്ടാക്ട്. ഇത്രയും സിമ്പിളാണ് ഫ്രിക്ഷൻ. നിങ്ങൾക്ക് ഫ്രിക്ഷൻ്റെ ബേസിക് ഐഡിയ ഇതൊന്ന് കിട്ടിക്കാണാം.
അപ്പോൾ നമുക്കിനി ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് അടുത്തൊരു ലെക്ചർ എടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റായി, ഒരുപാട് നേരം എടുക്കണ്ട. നമുക്കിനി അടുത്തൊരു ലെക്ചറിൽ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കാം. അതിൻ്റെ കൈനറ്റിക്കും സ്റ്റാറ്റിക്കും അങ്ങനത്തെ 2 ടൈപ്പും കുറേ ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അതൊക്കെ നമുക്ക് പഠിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.